അധ്യായം 3. 7 അടി ഉയരവും ഇരട്ട തലകളുള്ള ഭീമാകാരനായ ഒരു ചുവന്ന ചെന്നായ. അതിന്റെ വായിൽ നിന്നും ഇറ്റു വീഴുന്ന ഉമിനീർ നിലത്ത് വീണ് ചെതറി. കനൽക്കട്ട പോലെ തിളങ്ങുന്ന അതിന്റെ 4 കണ്ണുകളിലേക്ക് നോക്കിയ ലിയോ ആലില പോലെ ഭയന്നു പറച്ചു. നോക്കി നിൽക്കാതെ ഓടണമണ്ട. ചീനുവിന്റെ ശബ്ദം കേട്ട ലിയോ ഇല്ലാത്ത ധൈര്യം സംഭരിച്ചുകൊണ്ട് അവിടെ നിന്നും ജീവനും കൊണ്ടോടി. ചെന്നായ ആക്രോശത്തോടെ അവനെ വിടാതെ പിന്തുടർന്നു. ലിയോ മുന്നിൽ കിടന്ന വലിയൊരു മരത്തടിയിൽ വലിഞ്ഞു കയറി മറുഭാഗത്തേക്ക് ചാടിയോടി. പിന്നാലെ എത്തിയ ചെന്നായ തന്റെ 2 തലകളും ഉപയോഗിച്ച് ആ മരത്തടിയെ കടിച്ചു കുടഞ്ഞെറിഞ്ഞു. ലിയോയുടെ അടുത്തെത്താറായ ചെന്നായ അവനെ കടിക്കാനാഞ്ഞു. എന്നാൽ ലിയോ അവന്റെ സർവ്വശക്തിയും എടുത്ത് വേഗത്തിലോടി. ഓട്ടത്തിനിടയിൽ അവൻ ചരിവുള്ള ഒരു പ്രദേശത്തേക്ക് കാലിടറി വീണു. ലിയോയ്ക്ക് പുറകെ ഓടിയെത്തിയ ചെന്നായയും നിലതെറ്റി അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി. അവനെ മറികടന്ന് ആ ചെരുവിലെ താഴ്ചയിലേക്ക് മുഖമടിച്ചു വീണു. ലിയോയും ഉരുണ്ട് താഴെ ആ ചെന്നായിയുടെ സമീപത്തായി എത്തി. അവൻ എഴുന്നേൽക്കാൻ കഴിയാതെ ഇഴഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മരത്തിന്റെ പൊള്ളയായ ഭാഗത്തേക്ക് കയറിയിരുന്നു. അവിടെ നിന്നും ചാടി എഴുന്നേറ്റ ചെന്നായ ലിയോയ്ക്കായി ചുറ്റിനു നോക്കി. അവൻ ശ്വാസം അടക്കിയിരുന്നു. ചെന്നായിയുടെ തല പതിയെ അവൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരയുന്നത് കണ്ട ലിയോ ഞെട്ടലോടെ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടാനായി ശ്രമിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അവന്റെ കാല് ആ വൃക്ഷത്തിന്റെ വേരുകൾക്കിടയിൽ കുടുങ്ങി. ലിയോ മരണവെപ്രാളത്തോടെ അവന്റെ കാല് വേരിനിടയിൽ നിന്നും വലിച്ചൂരാൻ പലതവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. എന്റെ കഥ കഴിഞ്ഞു. വായ പിളർന്ന് തനിക്ക് നേരെ അലറി അടുക്കുന്ന ക്രൂരനായ ചെന്നായയെ നോക്കി ലിയോ ഭയത്തോടെ നിലവിളിച്ചുകൊണ്ട് നിലത്തേക്ക് കുഴഞ്ഞു വീണു. തന്റെ നേർക്കടുത്ത ആ ചെന്നായിയുടെ രാഗി മിനുക്കിയ ഉളി പോലുള്ള ദംഷ്ടകൾ കണ്ടപ്പോൾ ഭയം കൊണ്ടവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ഹൃദയമിടിപ്പ് ഉച്ചത്തിലായി. എല്ലാം അവസാനിച്ചു എന്നവൻ ഉറപ്പിച്ച ആ നിമിഷം എവിടെ നിന്നോ പാഞ്ഞു വന്നൊരു കുന്തം അവന്റെ നേരെ കുതിച്ചു ചാടിയ ചെന്നായുടെ തലകളിൽ ഒന്നിലേക്ക് തുളച്ചു കയറി. ചെന്നായ ഒരു നിമിഷം നിശ്ചലമായി. അതിനുശേഷം വലിയൊരു അലർച്ചയോടെ അത് താഴേക്ക് പതിച്ചു. എന്താണിപ്പോ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ലിയോ കുഴങ്ങി. എന്തായാലും ആ ചെന്നായിയിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിൽ ആരാണ് അതിനെ ആക്രമിച്ചതെന്നറിയാനായി അവൻ മരപ്പൊത്തിലിരുന്ന് ഏന്തി വലിഞ്ഞ് പുറത്തേക്ക് നോക്കി. ഒരു പെൺകുട്ടി പാറക്കെട്ടിന് മുകളിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടി. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. കടഞ്ഞെടുത്തതുപോലെയുള്ള ആകാര വടിവോടെ കാണപ്പെട്ട അവൾ വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്. എങ്കിലും ആ പെൺകുട്ടിയെ കാണാൻ ഭൂമിയിലുള്ള മനുഷ്യരെ പോലെ ഉണ്ടെന്നുള്ളത് അവനെ ചെറുതായി അമ്പരിപ്പിച്ചു. ഞാൻ കരുതി ഈ ഗ്രഹത്തിലുള്ളവരെ കാണാൻ അന്യഗ്രഹ ജീവികളെ പോലെ ഉണ്ടാകുമെന്ന്. പക്ഷെ ഇവളെ കാണാൻ മനുഷ്യരെ പോലെ തന്നെയാണല്ലോ. ഇനിയിപ്പോ ഇവളെയും ആരെങ്കിലും എന്നെ അയച്ചതുപോലെ എന്തെങ്കിലും മിഷനായി ഭൂമിയിൽ നിന്നും അയച്ചതാണോ? എന്നാലും അവളുടെ വസ്ത്രവും കയ്യിലുള്ള കുന്തവും ഒക്കെ കാണുമ്പോ അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഹേയ്, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ലിയോയുടെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ട് തിരക്കി. അവൻ പെട്ടെന്ന് പേടിച്ചെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ചോദിച്ചു, ചീനു, ആ പെൺകുട്ടി ആരാണ്? അവളാണ് താമര. റൈഡൻ നഗരത്തിലാണ് അവൾ താമസിക്കുന്നത്. ഇവൾ ഈ കാട്ടിൽ വേട്ടയാടുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചീനു അവളെ പറ്റി വിവരിക്കാൻ തുടങ്ങി. ഈ സമയം താമര വീണ് കിടക്കുന്ന ചെന്നായിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കുന്തം അതിന്റെ തലയിൽ നിന്നും വലിച്ചൂരി 2ാമത്തെ തലയിലേക്ക് കുത്തിയിറക്കി. മരിച്ച ചെന്നായിയുടെ വയർ അവളൊരു കത്തി ഉപയോഗിച്ച് കീറി. കൈകൊണ്ട് അതിന്റെ വയർ ഇരുഭാഗത്തേക്കും പിളർന്നു മാറ്റി. ഉള്ളിൽ കൈയിട്ട് പച്ച മാംസം എടുത്ത് കഴിക്കാൻ തുടങ്ങി. അത് കണ്ട ലിയോയ്ക്ക് ഓക്കാനം വന്നു. ഓഹ്, ഇവൾ എങ്ങനെയാണ് ഇതൊക്കെ കഴിക്കുന്നത്? കാണുമ്പോ തന്നെ എന്തോ പോലെ. നിനക്ക് സെൽ പോയിന്റുകൾ കിട്ടണമെങ്കിൽ വേവിക്കാത്ത മാംസം കഴിക്കേണ്ടി വരും. അങ്ങനെ പോയിന്റുകൾ ലഭിച്ചാൽ മാത്രമേ ആത്മീയ ശക്തി ലഭിക്കുകയും നിനക്ക് പരിണമിക്കാൻ കഴിയുകയുമുള്ളൂ. അല്ല, നിനക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലേ? വേട്ടയാടി ഭക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ജീവിക്കാനുള്ള ഏക മാർഗം. ചീനു പറഞ്ഞത് ഒരു ഞെട്ടലോടെയാണ് അവൻ കേട്ടത്. ആവശ്യത്തിന് ചെന്നായ മാംസം കഴിച്ച താമര അവളുടെ വലത് കൈയിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് തിരിച്ചതും അവൾക്ക് മുന്നിൽ ഒരു മാജിക് സ്ക്രീൻ പ്രത്യക്ഷപ്പെട്ടു. അതിലുണ്ടായിരുന്ന ടേബിളിൽ ഈ വിധം എഴുതിയിരുന്നു: പരിണാമ വളർച്ച 0, ആത്മശക്തി 0, ആയുധം കുന്തം, കവചം ഇരുമ്പ്, ജീവികൾ 433. അവൾ മാംസം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ സെൽ പോയിന്റുകൾ 444, 445, 446 എന്നിങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി. അതെന്താ ചീനു? ലിയോ താമരയുടെ മുന്നിൽ കാണുന്ന സ്ക്രീൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. അതൊരു മാജിക് സ്ക്രീനാണ്. അതിൽ നിന്നും നിനക്ക് നിന്റെ പരിണാമത്തെ കുറിച്ച് എല്ലാം അറിയാനാകും. ആ ബ്രേസ്ലെറ്റ് നിനക്കും ഉണ്ടല്ലോ. ചീനു ലിയോയുടെ കയ്യിലേക്ക് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. ലിയോ തന്റെ കയ്യിലെ ബ്രേസ്ലെറ്റ് തിരിച്ചു. അവർക്ക് മുന്നിൽ ഒരു മാജിക് സ്ക്രീൻ തെളിഞ്ഞു വന്നു. പരിണാമ വളർച്ച 0, ആത്മശക്തി 0, ആയുധം 0, കവചം
0, ജീവികൾ 0, ലൈഫ് സെൽസ് 0. ഹമ്പട വീരാ, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? നിനക്കെല്ലാം വട്ടപൂജ്യമാണല്ലോ. ചീനുവിന്റെ കളിയാക്കൽ കേട്ട് ലിയോ ബ്രേസ്ലെറ്റ് തിരിച്ച് മാജിക് സ്ക്രീൻ ഇല്ലാതാക്കി. താമര അപ്പോഴേക്കും അവിടെ നിന്നും പോയിരുന്നു. ലിയോയും ചീനുവും മരപ്പൊത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. പെട്ടെന്ന് ഇരുവശങ്ങളിലും ഇരുമ്പുകോളം കെട്ടിയ ഒരു കയറ് വന്ന് ലിയോയുടെ ശരീരത്തിൽ ചുറ്റി. അടി തെറ്റിയ ലിയോ നിലത്തേക്ക് വീണു. ലിയോ ആ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവന്റെ മുന്നിലേക്ക് ഒരു കമ്പും കടിച്ചുകൊണ്ട് താമര വന്നു നിന്നു. നീ ആരാണ്? എന്തായാലും നീ റൈഡൻ സിറ്റിയിലുള്ളതല്ല. പിന്നെ എവിടെയാണ് നിന്റെ സ്വദേശം? ആരാണ് നിനക്ക് ഈ വനത്തിലേക്ക് കയറാനുള്ള അനുവാദം നൽകിയത്? നീ ഇവിടെ വേട്ടയാടാനായി വന്നതാണോ? അങ്ങനെയെങ്കിൽ നീ വേട്ടയാടുന്നത് എങ്ങനെയുള്ള മൃഗങ്ങളെയാണ്? ശ്വാസം വിടാതെയുള്ള താമരയുടെ ചോദ്യങ്ങൾ കേട്ട് ലിയോ ഉമിനീർ വിക്കി. അത് ഞാൻ ഇവിടെ അടുത്തുള്ളതാണ്. താമരയോട് സത്യങ്ങൾ തുറന്നു പറയാൻ അവന് ഭയം തോന്നി. അവനിൽ നിന്നും കാര്യമായ മറുപടിയൊന്നും ലഭിക്കാതെ അക്ഷമയായ താമര അവനെ നേരെ നിർത്തി അവന്റെ വസ്ത്രങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. അവന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും അവൾക്ക് സ്വർണ്ണ പൂവിതൾ കിട്ടി. താമര അത്ഭുതത്തോടെ ആ പൂവിതളിലേക്കും ലിയോയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ഈ വിശിഷ്ട പൂവിതൾ നിനക്കിതെവിടെ നിന്ന് കിട്ടി? ലിയോ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞോ, നിനക്കിതെവിടെ നിന്നാണ് കിട്ടിയത്? വിശേഷപ്പെട്ട പുഷ്പത്തിന്റെ അനുവാദമില്ലാതെ ഇത് നിനക്ക് ഒരിക്കലും കിട്ടില്ല. പറയേ, ഇത് നീ ആരിൽ നിന്നെങ്കിലും മോഷ്ടിച്ചതാണോ? അവൾ അവന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ചോദിച്ചു. ലിയോ പരിഭ്രാന്തനായി. അല്ല, ഞാൻ മോഷ്ടിച്ചതല്ല, അതെനിക്ക് തന്നതാണ്. ഞാൻ കാട്ടിലുണ്ടായിരുന്ന സമയത്ത് ആ പൂവ് എനിക്ക് തന്നതാണിത്. സത്യമായിട്ടും കൂടുതലൊന്നും എനിക്ക് അറിയില്ല. എന്നെ വിശ്വസിക്കും മാഡം, പ്ലീസ്. അവൻ ഭയത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. ഞാൻ നിന്നെ വിശ്വസിക്കില്ല. എന്തായാലും നിന്നെ ഞാൻ എന്റെ ലീഡറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ബാക്കിയൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഇനി നീ കള്ളം പറഞ്ഞതാണെങ്കിൽ നിന്റെ അന്ത്യം റൈഡൻ സിറ്റിയിൽ വെച്ചായിരിക്കും. അതും പറഞ്ഞുകൊണ്ട് താമര ദൂരേക്ക് നോക്കി വിസിലടിച്ചു. 6 കാലുകളുള്ള, കൊമ്പുള്ള, കാണാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു കുതിര അവൾക്ക് മുന്നിലേക്ക് ഓടിയെത്തി. അവൾ ലിയോയെ കയർ ഉപയോഗിച്ച് കുതിരയോട് ചേർത്ത് കെട്ടി. ഒപ്പം അവളും കുതിരപ്പുറത്തേക്ക് കയറി റൈഡനിലേക്കുള്ള അവരുടെ യാത്ര തുടങ്ങി. പകൽ വെളിച്ചം മറഞ്ഞു തുടങ്ങിയിരുന്നു. മഞ്ഞ നിറമുള്ള ആകാശത്ത് ഇരുട്ട് പരക്കാൻ തുടങ്ങി. താമരയുടെ കുതിരയുടെ കുളമ്പൊച്ച ആ വനത്തിനുള്ളിലെ ശാന്തത നിറഞ്ഞ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് പ്രതിധ്വനിച്ചു. കുതിരയുടെ വേഗത കാരണം താഴേക്ക് വീണു പോകുമോ എന്ന് ഭയന്ന ലിയോ കയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് കുതിരയുടെ പുറത്ത് അള്ളിപ്പിടിച്ചു കടന്നു. അങ്ങകലെ റൈഡൻ സിറ്റിയുടെ വിശാലമായ കോട്ടവാതിൽ കാണാൻ കഴിഞ്ഞു. താമര പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ലിയോ ഭയന്ന് വിയർപ്പിൽ കുതിർന്നു കിടക്കുന്നുണ്ടായിരുന്നു. അവൾ കുതിരയെ ലക്ഷ്യസ്ഥാനത്തേക്ക് പായിച്ചു. അത് റൈഡൻ സിറ്റിയുടെ ഭീമാകാരമായ ഗേറ്റിനു മുന്നിൽ കുതിച്ചെത്തി നിന്നു. കാവൽക്കാർ ആ വലിയ ഗേറ്റ് തുറന്നു കൊടുത്തപ്പോൾ താമര കുതിരയുമായി അകത്തേക്ക് കയറി. അവർക്ക് പിന്നിൽ വലിയ ശബ്ദത്തോടെ ഗേറ്റുകൾ അടഞ്ഞു. കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ച ശേഷം അവർ ഒരു ഇരുട്ട് മൂടിയ ഷെഡിലേക്കെത്തി. താമര കുതിരപ്പുറത്ത് നിന്നും താഴെ ഇറങ്ങി. ഷെഡിന്റെ ഒരു ഭാഗത്ത് തൂക്കിയിട്ടിരുന്ന ഗ്ലാസ് ടാങ്കിൽ അവൾ വിരൽ കൊണ്ട് 2 പ്രാവശ്യം തട്ടി. പെട്ടെന്ന് അവിടം ആകെ മഞ്ഞ നിറത്തിലുള്ള പ്രകാശം പരന്നു. ആ ഗ്ലാസ് ടാങ്കിനുള്ളിലെ സ്വയം പ്രകാശിക്കുന്ന ചെറിയ മത്സ്യങ്ങളായിരുന്നു ആ പ്രകാശം പരത്തിയത്. താമര ലിയോയെ കുതിരപ്പുറത്ത് നിന്നും വലിച്ച് നിലത്തേക്കിറക്കി. നേരെ നിൽക്കാൻ കഴിയാത്ത അവൻ തളർച്ചയോടെ അടുത്തുണ്ടായിരുന്ന തൂണിലേക്ക് ചാരി. അവൾ കയർ ഉപയോഗിച്ച് അവന്റെ കൈയും കാലും കെട്ടി നിലത്തേക്കിട്ടു. ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്നൊന്നും നീ കരുതണ്ട. ഞങ്ങൾ അറിയാതെ ഈ റൈഡൻ നഗരത്തിൽ ഒരു ഇല പോലും അനങ്ങില്ല. അവശനായിരുന്നത് കൊണ്ട് തന്നെ അവൻ അവളെ ഒരു തരത്തിലും എതിർക്കാൻ നിന്നില്ല. എന്നാൽ ഒരു ദയവുമില്ലാതെ തന്നോട് പെരുമാറുന്ന ആ പെൺകുട്ടിയോട് അവന് ദേഷ്യം തോന്നി. ഇന്ന് രാത്രി നീ ഇവിടെ കിടന്ന് നന്നായി വിശ്രമിക്കേ. നാളെ നിന്റെ അവസാനത്തെ ദിനമാണ്. അവൾ ലിയോയെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്നും പോയി. ലിയോ നിരാശയോടെ അവന് ചുറ്റും കണ്ണോടിച്ചു. അവന്റെ നോട്ടം ഒരു കുതിരയിലെത്തി നിന്നു. അവൻ അതുവരെ പിടിച്ചു നിർത്തിയിരുന്ന ദേഷ്യവും വിഷമവുമെല്ലാം കണ്ണീർ തുള്ളികളായി താഴേക്ക് പതിച്ചു. എന്റെ വിധി എന്തുകൊണ്ടാണ് ഈ വിധമായി പോയത്? എപ്പോഴും എല്ലാവർക്കും തട്ടിക്കളിക്കാനായി ഞാനൊരു കോമാളിയായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഇതിലും ഭേദം ഞാൻ ആ റെയിൽവേ ട്രാക്കിൽ വീണ് മരിക്കുന്നതായിരുന്നു. ലിയോ കുതിരയെ നോക്കി കരഞ്ഞുകൊണ്ട് തുടർന്നു. അല്ല, ഞാനിതിനെ ഇപ്പൊ ഇതൊക്കെ നിന്നോട് പറയുന്നത്. നിനക്കറിയോ, എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ച പ്രൊഫസർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അതുകൊണ്ടല്ലേ ഞാനിപ്പോ ഈ അവസ്ഥയിലായത്. അയാളെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. ലിയോ ദേഷ്യത്തിൽ പല്ലുഞെരിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ അവന്റെ ഭാവം മാറി. അയ്യോ, ഞാനിപ്പോ എന്താണ് പറഞ്ഞത്? ആ വലിയ മനുഷ്യൻ ഒരാൾ കാരണമാണ് ഞാനിപ്പോ ജീവനോടെ ഉള്ളത്. അദ്ദേഹമാണ് എന്റെ കുടുംബത്തിനെ കടക്കിണിയിൽ നിന്നും രക്ഷിച്ചത്. പ്രൊഫസർ വലിയ മനസ്സിനുടമയാണ്. പ്രൊഫസറെ കുറിച്ച് അറിയാതെ പറഞ്ഞുപോയ വാക്കുകൾ ഓർത്ത്
അവന്റെ മുഖം പശ്ചാത്താപത്താൽ കുനിഞ്ഞു. അവന്റെ നിലവിളിയും പദം പറച്ചിലും സഹിക്കാൻ കഴിയാതെ ആ കുതിര പതുക്കെ പുറം തിരിഞ്ഞു നിന്നു. ഈ ലോകത്ത് ഞാൻ എത്തിയിട്ട് ഒരു ദിവസമേ ആയുള്ളൂ. അപ്പോഴേക്ക് ഞാനിതാ മരിക്കാൻ പോകുന്നു. നാളെ അവരെന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഞാൻ തിരികെ എത്തുന്നതും കാത്തിരിക്കുന്ന അമ്മയെയും അനുജത്തിയെയും ഓർത്ത് മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ. അവന്റെ കൺമുന്നിൽ അമ്മയും അനുജത്തിയും ഒത്തുള്ള നിമിഷങ്ങൾ മിന്നിമറഞ്ഞു. ഏറെ നേരത്തിന് ശേഷം കണ്ണീരുണങ്ങിയ മുഖവുമായി അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. താമര തന്റെ മുറിയിലെ ജനാലയിലൂടെ ലിയോയെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ അവനിൽ നിന്നും കൈക്കലാക്കിയ സ്വർണ്ണ പൂവിതളും ഉണ്ടായിരുന്നു. അപ്പോഴും അതെങ്ങനെ അവന്റെ കയ്യിൽ എത്തിയെന്നുള്ള ചിന്ത അവളെ വല്ലാതെ അലട്ടി. പെട്ടെന്ന് അവളുടെ തോളിൽ ഒരു ചെറിയ രൂപം തെളിഞ്ഞു. അത് അവളുടെ വളർത്തുമൃഗം നിധിയായിരുന്നു. താമര, നീ എന്താണ് ആലോചിക്കുന്നത്? അവൾ നോക്കി നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തി നോക്കിയിട്ട് നിധി താമരയോട് ചോദിച്ചു. നീ ആ കിടക്കുന്നവനെ കണ്ടില്ലേ? അവനെ പോലെ ഒരു പ്രത്യേകതകളും ഇല്ലാത്തവരുടെ സ്ഥാനം ആ തൊഴുത്തിലാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, എന്തുകൊണ്ടാണ് ഈ വിശേഷപ്പെട്ട പൂവിതൾ പ്രകൃതി അവനെ സമ്മാനിച്ചതെന്നാണ്. താമര, നീ ഇപ്പോഴും അവൻ പറഞ്ഞത് വിശ്വസിച്ചിരിക്കുകയാണോ? നീ അവന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. അവനെ കണ്ടാൽ തന്നെ അറിയാം പഠിച്ച കള്ളനാണെന്ന്. എനിക്ക് ഉറപ്പുണ്ട്, മിക്കവാറും അവൻ ഇത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മോഷ്ടിച്ചതായിരിക്കും. നിധി തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ലിയോയെ നോക്കി. അവനപ്പോൾ പാതി മയക്കത്തിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല നിധി, ഒരുപക്ഷെ എന്തെങ്കിലും കാരണത്താൽ അവനെ പ്രകൃതി തിരഞ്ഞെടുത്തതാണെങ്കിലോ? നിനക്കറിയോ, അവൻ കയ്യിലൊരു ആയുധം പോലും ഇല്ലാതെ കാട്ടിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. അവനെ ഏതെങ്കിലും മൃഗം ആക്രമിച്ചാൽ അവന്റെ കഥ കഴിയും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല നിധി. ഈ അവസ്ഥയിൽ അവന് സുരക്ഷിതനായിരിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം റൈഡൻ സിറ്റിയാണ്. പക്ഷെ താമര, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അസൂയയും മത്സരവും തലയിൽ നിറച്ച ആളുകളാണ് ഇവിടെ ഉള്ളവർ. ഈ സ്വർണ്ണ പൂവിതൾ അവന്റെ കൈവശമുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ അത് സ്വന്തമാക്കുന്നതിനായി അവനെ കൊന്നു കളയാൻ പോലും ഇവിടെ ഉള്ളവർ മടിക്കില്ല. നിധി പറഞ്ഞു. നീ പേടിക്കണ്ട നിധി, ഞാൻ ഈ സ്വർണ്ണ പൂവിതളിനെ കുറിച്ച് ആരോടും പറയില്ല. പകരം അവനെ സംരക്ഷിക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതേത് വഴി താമര? നിധി ആകാംക്ഷയോടെ ചോദിച്ചു. നാളെ രാവിലെ ഞാൻ അവനെയും കൂട്ടി വിപാശയെ കാണാൻ പോകുന്നുണ്ട്. വിപാശയോട് ഞാൻ ചോദിക്കും, അവനെ കൂടി ആർമിയിലേക്ക് എടുക്കാമോ എന്ന്. വിപാശയുടെ ആർമിയിലുള്ള ഒരാളെയും കൊല്ലാനുള്ള ധൈര്യം ഈ റൈഡൻ സിറ്റിയിൽ ആർക്കും ഉണ്ടാകില്ല. താമര ആത്മവിശ്വാസത്തോടെ ലിയോയെ നോക്കി നിധിയോട് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ലിയോ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. പക്ഷേ നഗരം ഉണർന്ന് തുടങ്ങിയിരുന്നതിനാൽ എങ്ങും ശബ്ദമുഖരിതമായിരുന്നു. അവൻ മുഖം ചുളിച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മി തുറക്കാൻ ശ്രമിച്ചു. അല്പസമയത്തിനു ശേഷം ഒരു കോട്ടുവ ഇടാനായി വായ തുറന്ന് ഒപ്പം കണ്ണുകൾ തുറന്ന ലിയോ തുറന്നു വെച്ച വായടയ്ക്കാൻ മറന്ന പോലെ വാ പൊളിച്ച് നിന്നുപോയി. 40 അടിയോളം നീളമുള്ള ഒരു വെളുത്ത പെരുമ്പാമ്പ് അവന്റെ ശരീരത്തിനെ ചുറ്റി അവനു മുന്നിൽ വാ തുറന്നു നിന്നിരുന്നു. ആ പാമ്പ് തല ഇരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് ലിയോയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഭയം കൊണ്ട് മരവിച്ചു പോയ ലിയോയ്ക്ക് ഒന്ന് നിലവിളിക്കാൻ പോലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഒരടി പോലും അനങ്ങാൻ കഴിയാത്ത വിധം ആ പെരുമ്പാമ്പ് അവനെ വരിഞ്ഞു മുറുക്കി. ശരീരം ഞെരിഞ്ഞമർന്നു. ആ സമ്മർദ്ദത്തിൽ അവനൊന്ന് ശ്വാസം എടുക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ആർത്തി പൂണ്ട് അവനെ ഭക്ഷിക്കാൻ എന്നതുപോലെ ആ പെരുമ്പാമ്പ് വാ പിളർന്നു. അതിന്റെ വായിലെ കൂർത്ത പല്ലുകൾ കണ്ടപ്പോൾ തന്നെ ലിയോയുടെ പകുതി ജീവൻ പോയിരുന്നു. അവൻ കണ്ണുകൾ രണ്ടും ഇറുകെ പൂട്ടിയെങ്കിലും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിനായി അവൻ ഒരു കണ്ണ് തുറന്നു നോക്കി. വാ പിളർന്ന പെരുമ്പാമ്പ് പിന്നിലേക്ക് മാറുന്നത് മുന്നിലേക്ക് കുതിക്കാനാണെന്ന് മനസ്സിലാക്കിയ ലിയോയുടെ തൊണ്ടയിൽ നിന്നും ഒരാർത്തനാദം പുറപ്പെട്ടു. അയ്യോ, എന്നെ രക്ഷിക്കണേ! ആരെങ്കിലും ഓടി വരണേ! ആരുമില്ലേ ഇവിടെ? ഈ പെരുമ്പാമ്പ് എന്നെ ഇപ്പൊ വിഴുങ്ങും! ആരെങ്കിലും ഓടി വരണേ! അയ്യോ!